എന്തൊരു ചൂടാ പുറത്ത്. ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. ഈ വീട്ടിലെ പണി ചെയ്ത് ഞാൻ മടുത്തു. എത്ര നാളെ ഒരു ക്ലീനർ വെക്കാൻ പറയുന്നു. പപ്പയുടെ ഫേസ്ബുക്ക് ഫോട്ടോയ്ക്ക് എത്ര ലൈക്സ് ആയിട്ട് ഇരിക്കുന്നേ. ഏത് നേരവും ഫോണിൽ കളിക്കാതെ പോയിരുന്ന് വല്ലതും പഠിക്കുക വെച്ചത്. നിന്റെ പരീക്ഷയൊക്കെ വരുന്നത്. അതിന് എന്റെ പരീക്ഷ എല്ലാം കഴിഞ്ഞല്ലോ, എല്ലാത്തിനും A+ ഉണ്ട്. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇന്ന് എന്റെ സൺഡേ സ്കൂൾ എക്സാമാ. പപ്പേ, എന്നെ ഒന്ന് റിവിഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാമോ? അത് നിന്റെ മമ്മിയോട് ചോദിച്ചാൽ മതി. മമ്മിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? ഒരു മിനിറ്റ്, ഞാൻ ഓടിപ്പോയി ബുക്ക് എടുത്തോണ്ട് വരാം. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ചുകൊണ്ട് കാഴ്ചകൾ അർപ്പിച്ചു. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മി, ഈ കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്സ്. നിന്റെ അനിയത്തി ഉണ്ടായപ്പോൾ കാണാൻ വന്നവരൊക്കെ ഗിഫ്റ്റ്സ് കൊണ്ടുവന്ന് നീ ഓർക്കുന്നില്ലേ? അതൊക്കെ തന്നെ ഈ കാഴ്ചകൾ എന്ന് പറയുന്നത്. നീ ബാക്കി പഠിച്ചോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? യേശുവിനെ സ്നാനപ്പെടുത്തിയതാര്? അതാരാ മമ്മി? അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യേശു ക്രിസ്തു ജനിച്ചത് എവിടെ? അതെവിടെയാണാവോ? പപ്പ, അതെവിടെയാ? അത് ശ്രീലങ്കണ്ടാണ്. നീ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി വെച്ചേ. ഇരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ദൈവമേ, നിനക്കിന്ന് പരീക്ഷയ്ക്ക് പോകണ്ടേ? പഠിച്ചതൊക്കെ മതി. എണീറ്റേ, പോയി ഒരുങ്ങിക്കേ. പരീക്ഷയൊക്കെ അല്ലേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവച്ചേ. നീ ആ സങ്കീർത്തനം 91 ഒന്ന് വായിക്കും. അമ്മേ, ബൈബിൾ എവിടെയാണ് വെച്ചിരിക്കുന്നേ? കാണുന്നില്ലല്ലോ. പപ്പയുടെ ഫോൺ ഒന്ന് തരാമോ? അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിയുടെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും. ബാറ്ററി പോയല്ലോ. എങ്കിൽ സാരമില്ല. അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. അവൾ കളിച്ചിട്ട് വന്നില്ലേ? അവൾ അകത്തുണ്ടല്ലോ. ഇതാരാ? ഡെന്നിയോ? എന്താണ് അതല്ല പിരിവിന് വന്നതാണ്? അതെ, ഈയുടെ പള്ളിയിലും കാണുന്നതോ? ഇപ്പൊ പള്ളിയൊക്കെ കണക്കാതെ 2-3 മണിക്കൂർ ആർക്ക് സമയം പള്ളിയിൽ പോയിരിക്കും. പ്രസംഗത്തിനൊക്കെ ഒരു ഇതില്ല. ഏത് കേട്ടതെല്ലാം വീണ്ടും ബോറിംഗ് ആണ്. ആഴ്ചയിൽ 3 ദിവസം മീറ്റിംഗ്. ഇറ്റ്സ് ടു മച്ച്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഏത് പ്രാർത്ഥനയും ആരാധനയും വചന സന്ദേശവും നമ്മുടെ വീട്ടിൽ തുണി കിട്ടും. പിന്നെ പള്ളിയിൽ പോയിരിക്കേണ്ട കാര്യം എന്താ? ടൈം ഈസ് മണി എന്നല്ലേ? അതൊക്കെ പോട്ടെ. അച്ചു, നിന്റെ സൺഡേ എക്സാമിന്റെ മാർക്ക് കിട്ടിയില്ലേ? അങ്ങാപ്പുറത്തെ ഡിഗ്രിന്റെ മോനാണ് ഫസ്റ്റ് കേട്ടോ. അതെങ്ങനെയൊക്കെ? അച്ഛൻ നീയല്ലേ പറഞ്ഞു നീ എല്ലാം നന്നായി എഴുതുന്ന? എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റിവിഷൻ ചെയ്താൽ വന്നതെന്ന് പറഞ്ഞു. എന്നിട്ടോ? കുഴപ്പമില്ല, സെക്കൻഡെങ്കിലും ഉണ്ടല്ലോ. അല്ല, അത് നമ്മുടെ അബിയുടെ കുട്ടിക്കാന്നുള്ള പറഞ്ഞാട്ടെ. ഇതെന്ത് കളി? ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പ നമുക്കിപ്പോ തന്നെ സൺഡേ സ്കൂൾ ടീച്ചറെ പോയി കാണാം. വേഗം വന്നേ. ഇതാരാ ഇത്? കുറെ നാളായി അങ്ങോട്ട് കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? ടീച്ചറെ, അച്ഛൻ്റെ പേപ്പർ ഒന്ന് നോക്കണമല്ലോ. എൻ്റെ കൊച്ച് എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ഉത്തരം എഴുതിയിട്ടുണ്ട്. അവൾക്ക് ഫസ്റ്റ് പോയിട്ട് സെക്കൻഡ് പോലും ഇല്ല. എഴുതിയതിനല്ലേ മാർക്ക് കൊടുക്കാൻ പറ്റൂ? അച്ഛൻ എന്തൊക്കെ എഴുതിയെന്ന് അവളോട് തന്നെ ചോദിക്കും. ഞാൻ ചോദിച്ചിട്ട് തന്നെയാ വന്നത്. എൻ്റെ മോളൊരു മിടുക്കിയ. അതൊന്നും ആൻസർ പേപ്പറിൽ കാണുന്നില്ല. എല്ലാവരും ഉണ്ടല്ലോ. എന്താ ഒരു തർക്കം? അച്ഛൻ എല്ലാം എഴുതിയെന്നാ പറയണേ. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റും ഇല്ല സെക്കൻഡും ഇല്ല. ഇതെന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമേ. ടീച്ചറിന്റെ കയ്യിൽ അച്ഛൻ്റെ ആൻസർ ഷീറ്റ് ഇല്ലേ? ആ ക്വസ്റ്റ്യൻ എടുത്തേ, നമുക്കൊന്ന് ചോദിക്കാം.
അച്ഛൻ പഠിച്ചു എന്നല്ലേ പറയുന്നത്. ഇപ്പൊ ചോദിച്ചാൽ അവർക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. ആ അത് മതി. അച്ചുകുട്ടി, നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നേ. ആദ്യത്തെ ചോദ്യം, ആരാണ് ജെറിക്കോ മതിൽ തകർത്തത്? അയ്യോ, അത് ഞാനല്ല കേട്ടോ. എപ്പോ നോക്കിയാലും ആ സണ്ണിയും അവന്റെ കൂട്ടുകാരും അതിന്റെ മേലില്ല. അവനാ, അത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ മോൾ അത്ര കോലക്കേറിയല്ല. ഇനി അഥവാ അവൾ അങ്ങനെ ചെയ്താൽ തന്നെ അത് റിപ്പയർ ചെയ്യാനുള്ള പൈസ ഞങ്ങൾക്ക് തന്നാൽ പോരെ? അല്ല പിന്നെ, അതാ ഇപ്പോഴത്തെ പ്രശ്നം. ഇത് ബൈബിളിലെ ചോദ്യമായിരുന്നു. എന്തായാലും എഴുതിയില്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് തെറ്റിയാലും സെക്കൻഡെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ആദ്യത്തെ കൽപ്പന ഏത്? അത് ആർക്ക് കൊടുത്തു? അതനുസരിച്ചോ? എന്നിട്ട് എന്ത് പറ്റി? ഹവ ആദത്തിനോട് പഴം കഴിക്കാൻ പറഞ്ഞു. ആദം അനുസരിച്ചു. അതാ പറ്റിയത്. എന്നിട്ട് എന്ത് പറ്റാൻ? എൻ്റെ പപ്പയുടെ അതേ അവസ്ഥ തന്നെ ആദത്തിന്. ഓ മൈ ഗുഡ്നസ്. അത് പോട്ടെ, യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം പറഞ്ഞത് ആരാണ്? അത് പറയാം. ഒരു കണക്കിന് നോക്കിയാൽ ശരിയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്, കിഴക്കിൽ നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ എന്തെല്ലാം കാഴ്ചകളാണ് അർപ്പിച്ചത്? അത് സോപ്പ്, ചീപ്പ്, കണ്ണാടി, പിന്നെ ഹഗീസ്. മോളെ, മമ്മിയല്ലേ പറഞ്ഞത് വീട്ടിൽ അനിയത്തിക്ക് കിട്ടിയ സാധനങ്ങൾ തന്നെയാണെന്ന്. നല്ല കാര്യം. ഇനി അടുത്തത്, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ആദ്യം പാവം ചെയ്താൽ പോലെ. എടിയേ, നീ വരാൻ നോക്കും. ഇനിയും ഇവിടെ നിന്ന് നാണം കിടന്നു. ഇടി അച്ചുകുട്ടി, നീ എന്തൊക്കെയായി എഴുതി വെച്ചിരിക്കുന്നേ? ആ, എന്തായാലും ഇത്രയായി. ഇനി മുഴുവൻ ഉത്തരവ് കൂടി കേട്ടിട്ട് നിങ്ങൾ പോയാൽ മതി. യേശുവിന്റെ ഏതെങ്കിലും ഒരു ഭൂമിയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ചു പറയുക. അത് ഒരു എസ്സെയാണ്. അതെന്തായാലും അടിപൊളിയായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻസർ പേപ്പർ ഇവിടെ ഉണ്ട്, ഞാൻ വായിക്കാമല്ലോ. ജെറുസലമിൽ നിന്നും ജെറിക്കോയിലേക്ക് ഒരു മനുഷ്യൻ പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. അവർ അവനെ നിർദ്ദയം മർദ്ദിച്ചു, ടിഷ്യു മൃതപ്രായനാക്കി, കഷ്ണമാക്കി അവിടെ ഇട്ടു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനടിയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ചത് 12 കുട്ട നിറച്ചെടുത്തു. അതിലൊരു കുട്ട യൂദാസ്കറിയോത്ത കൊണ്ടുപോയി ദേവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നവർക്ക് 30 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. കേട്ടിടത്തോളം മതിയായി. ഇനിയും ഇവിടെ നിന്ന് നാണം കിടണ്ട. വാ പോകാം. തങ്ങളുടെ മക്കൾക്ക് മികച്ച ഭൗതിക സൗകര്യങ്ങൾ നൽകി വളർത്താൻ അവിശ്രാന്തം പരിശ്രമിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും അനശ്വരമായ ജീവിതത്തിലേക്ക് വേണ്ടതൊന്നും അവർക്ക് നൽകാൻ മെനക്കെടാറില്ല. സ്വാർത്ഥതയുടെയും ആഡംബരത്തിൻ്റെയും പ്രശസ്തിയുടെയും മാസ്മരികതയും അഭിരമിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവിശ്വാസത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കാൻ അല്പം പോലും അധ്വാനിക്കാൻ തയ്യാറല്ല എന്നാണ് ഇന്ന് യുവജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന അരക്ഷിതാവസ്ഥയും ആത്മഹത്യാ പ്രവണതയും ഒക്കെ സൂചിപ്പിക്കുന്നത്. ഇനിയെങ്കിലും കണ്ണു തുറക്കാം. ഭൗതിക വളർച്ചയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ മക്കളുടെ ആത്മീയ വളർച്ച എന്ന് തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച കുടുംബങ്ങൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് നിലനിൽക്കുന്ന കുടുംബങ്ങളാകട്ടെ നമ്മുടെ ഓരോ കുടുംബങ്ങളും.